എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു കഥ കേൾക്കാം. കദ്രുവിൻ്റെയും വിനതയുടെയും കഥ. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് മരീചി. മരീചിയുടെ പുത്രനാണ് കശ്യപൻ. കശ്യപൻ ദക്ഷൻ്റെ 13 പെൺകുട്ടികളെ കശ്യപനാണ് വിവാഹം കഴിച്ചത്. അതിൽ കശ്യപന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന 2 പത്നിമാരാണ് കദ്രുവും വിനതയും. അവർ കശ്യപനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഒരുപാട് കാലം ആശ്രമത്തിൽ ജീവിച്ചു. അപ്പോൾ ഈ ശുശ്രൂഷ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് മഹർഷിക്ക് വലിയ സന്തോഷമായി. ആ മഹർഷിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവർ അണുവിട തെറ്റാതെ ചെയ്തു കൊടുക്കും. തപസ് ചെയ്യുമ്പോൾ ഹോമം ചെയ്യുമ്പോൾ അതിനുള്ളത്, തപസ് ചെയ്യുമ്പോൾ ശല്യങ്ങൾ ഉണ്ടാവാതെ അങ്ങനെ ഒക്കെ എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചു ഇവർ കശ്യപൻ്റെ കാര്യങ്ങൾ. അപ്പോൾ മഹർഷിക്ക് അവരോട് വലിയ ഇഷ്ടമായി. അപ്പോൾ അവരോട് ചോദിച്ചു, എന്താണ് ആഗ്രഹം, എന്താഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചു തരാം എന്ന് പറയും. അപ്പോൾ 2 പേർക്കും സന്താനലബ്ധി വേണം, സന്താനങ്ങൾ വേണം എന്നാണ് അവർ സന്താനത്തിനെയാണ് വരമായിട്ട് ചോദിച്ചത്. അപ്പോൾ കദ്രു പറഞ്ഞു, എനിക്ക് നല്ല വീര്യശാലികളായ 1000 സർപ്പങ്ങൾ ആണ് മക്കളായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞു കദ്രു. അപ്പോൾ വിനത പറഞ്ഞു, എനിക്ക് അതിനേക്കാളും വീര്യവും പ്രതാപവും ഒക്കെയുള്ള 2 പുത്രന്മാർ എനിക്കും ഉണ്ടാവണം എന്ന് വിനതയും കശ്യപ പ്രജാപതിയോട് പറഞ്ഞു, അപേക്ഷിച്ചു. അപ്പോൾ രണ്ടുപേരും വിചാരിച്ചതുപോലെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞു. കശ്യപ മഹർഷി അനുഗ്രഹിച്ചു. തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോയി. അപ്പോൾ കദ്രുവും വിനതയും യഥാകാലം ഗർഭിണികളായി. കദ്രു 1000 മുട്ടയാണ്, പാമ്പിനെ വേണമെന്നല്ല അല്ലേ, സർപ്പങ്ങളാണ് ജനിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അതിനനുസരിച്ച് മുട്ടയാണ് പ്രസവിച്ചത്. വിനത 2 മുട്ടയും പ്രസവിച്ചു. അവർ ഈ മുട്ട ചൂടുള്ള കുടങ്ങളിലാക്കി സൂക്ഷിച്ചു വെച്ചു വിരിയാൻ വേണ്ടിയിട്ട്. വർഷം 500 കഴിഞ്ഞു. കദ്രുവിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് 1000 പാമ്പ് കുട്ടികൾ ജനിച്ചു. പക്ഷേ വിനതയുടെ മുട്ട അപ്പോഴും വിരിഞ്ഞില്ല. ഈ കദ്രുവിൻ്റെ എല്ലാം വിരിഞ്ഞ് 10,000 കുട്ടികളുണ്ടായി. പക്ഷേ എൻ്റെ എന്താ വിരിയാത്തതെന്ന് വിചാരിച്ച് വിനതയ്ക്ക് ടെൻഷനായി. എന്ന് വെച്ചാൽ ക്ഷമ ഇല്ലാണ്ടായി. അപ്പോൾ ക്ഷമ ഇല്ലാതെ ഒരു ദിവസം ഒരു മുട്ട എടുത്തിട്ട് പൊട്ടിച്ചു. അപ്പോൾ ആ മുട്ടയെ വളർച്ച എത്താത്തത് കാരണം അരയ്ക്ക് താഴെയുള്ള ഭാഗം മുറിഞ്ഞുപോയി. വളർച്ച മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. 500 കൊല്ലം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാടാണ്. ഒരു 6-7 ജന്മം ജനിക്കും ആ സമയത്തേക്ക് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 500, 1000 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ 500, 1000 എന്നല്ല കണക്കാക്കേണ്ടത്. ഒരുപാട് കാലം കാത്തിരുന്നു, കുറേ നാൾ കാത്തിരുന്നിട്ടും ഇത് മുട്ട വിരിഞ്ഞില്ല എന്നേ അർത്ഥമുള്ളൂ. ഈ ഇത്രയും അനവധി വർഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ അനവധി കാലം കഴിഞ്ഞിട്ടും ഈ മുട്ട വിരിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം പൊട്ടിച്ച മുട്ട വളർച്ച എത്തിയിരുന്നില്ല അതിൻ്റെ ഉള്ളിലെ കുട്ടിക്ക്. അപ്പോൾ അരയ്ക്ക് താഴേക്കുള്ള ഭാഗം മുറിഞ്ഞുപോയി. അപ്പോൾ ആ കുട്ടിക്ക് ദേഷ്യം വന്നു, അമ്മയ്ക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന്. അപ്പോൾ അമ്മയുടെ ക്ഷമയില്ലായ്മയിൽ ആ മകന് ദേഷ്യം വന്നു. മകൻ അമ്മയെ ശപിച്ചു. നീ ദാസിയായി പോകട്ടെ എന്ന് ശപിച്ചു. പിന്നെ ശപിച്ചു എങ്കിലും ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഭയങ്കര തേജസ്സുള്ളൊരു പുത്രനായിരുന്നു അത്. ആ പുത്രൻ അങ്ങോട്ട് ആകാശത്തേക്ക് ഉയർന്നു പോയി. അദ്ദേഹമാണ് സൂര്യൻ്റെ തേരാളി.
സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ കാണുന്ന ആ വർണ്ണം, ആ അരുണവർണ്ണം ഉണ്ടല്ലോ, അതാണ് ഈ വിനതയുടെ മകൻ അരുണൻ എന്നാണത്രേ സങ്കല്പം. പിന്നെ 500 വർഷം പിന്നെയും കഴിഞ്ഞു. അപ്പോഴാണ് വിനതയുടെ രണ്ടാമത്തെ മുട്ട പൊട്ടി കുട്ടി പുറത്തു വന്നത്. ആ കുട്ടിയാണ് സർപ്പങ്ങളെ ഭക്ഷിക്കുന്നവനായിട്ട് ജനിച്ചത്, ഗരുഡൻ. വൈനതേയൻ എന്ന് പറയും. വിനതയുടെ മകനായതുകൊണ്ടാണ് ഗരുഡന് വൈനതേയൻ എന്ന പേരും വന്നത്. ജനിച്ച ഉടനെ ഗരുഡൻ ആകാശം മുട്ട അങ്ങോട്ട് പറന്നുപോയി. അപ്പോൾ സഹിക്കാൻ വയ്യാത്ത വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് കൽപ്പിച്ച ഭക്ഷണം നൽകൂ ആവശ്യപ്പെട്ടു വൈനതേയൻ. ബ്രഹ്മാവിൻ്റെ അടുത്ത് വരെ എത്തി എനിക്ക് ഭക്ഷിക്കണം, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് എൻ്റേതായ ഭക്ഷണം കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കദ്രുവും വിനതയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. എഴുത്തിയും അനിയത്തിയും തമ്മിലൊരു തർക്കം. അതെന്താന്ന് വെച്ചാൽ, പാലാഴി മഥനത്തിൻ്റെ വേളയിൽ ഉച്ചൈശ്രവസ് ഉയർന്നു വന്നല്ലോ കടലിൽ നിന്ന്. അപ്പോൾ ആ കുതിര നല്ല വെള്ള കുതിരയാണ്. പക്ഷേ കദ്രു പറയണു ആ വെള്ളക്കുതിരയുടെ വാലിനൊരു കറുത്ത നിറമുണ്ട്, തൂവെള്ളയല്ല എന്ന് കദ്രുവും വിനതയും തമ്മിൽ തർക്കമായി. വിനത പറയണു തൂവെള്ള കുതിരയാണ്, എവിടെയും ഒരു കറുപ്പ് നിറമില്ല എന്ന്. പക്ഷെ കദ്രു പറഞ്ഞു അതിൻ്റെ വാല് കറുത്തതാണ്, വാലിൻ്റെ രോമം കറുത്തതാണ്. അപ്പോൾ രണ്ടുപേരും കൂടി തർക്കമായിട്ട് പന്തയം വെച്ചു. തോൽക്കുന്നയാൾ ജയിക്കുന്നയാളുടെ ദാസിയാവണം എന്നായിരുന്നു പന്തയം. അടുത്ത ദിവസം പുലർച്ചെയായപ്പോൾ ഉച്ചൈശ്രവസിനെ പോയി നോക്കണം എന്ന് വിചാരിച്ചു. രണ്ടുപേരും കിടന്നു. വിനതയെ ചതിയിൽ കൊടുക്കണം എന്നായിരുന്നു കദ്രുവിൻ്റെ മോഹം. കദ്രു തൻ്റെ 1000 സർപ്പങ്ങളുണ്ടല്ലോ മക്കളായിട്ട്, അവരെല്ലാവരെയും വിളിച്ചു. അവരോട് പറഞ്ഞു, ഉച്ചൈശ്രവസിൻ്റെ വാലിൽ കറുത്ത രോമങ്ങൾ പോലെ തൂങ്ങിക്കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളങ്ങനെ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ വിനതയുടെ ദാസിയായിട്ട് ഇരിക്കേണ്ടി വരും, അതിനുള്ള ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ സർപ്പങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ സർപ്പങ്ങൾക്ക് ദേഷ്യം വന്നു കേട്ടോ. ജനമേജയൻ നടത്തുന്ന സർപ്പസത്രത്തിൽ വീണ് മരിക്കട്ടെ എന്ന് സർപ്പങ്ങളെ ശപിച്ചു കദ്രു. മക്കളെ ശപിച്ചു. മകൻ അമ്മയെ ശപിക്കുന്നു, മക്കൾ അമ്മയെ ശപിക്കുന്നു, അമ്മ മക്കളെ ശപിക്കുന്നു. അന്നും ഉണ്ട് ഇതൊക്കെ എന്ന് ആണ് കാണേണ്ടത് നമ്മളിതിൽ. അപ്പോൾ സർപ്പങ്ങൾ കദ്രുവിൻ്റെ വാക്കനുസരിക്കാൻ കൂട്ടാക്കിയില്ല ആദ്യം. അപ്പോൾ കദ്രുവിന് ദേഷ്യം വന്നു, കദ്രു മക്കളെ ശപിച്ചു. എന്താണ്ടായി? ജനമേജയൻ നടത്തുന്ന സർപ്പസത്രത്തിൽ നിങ്ങൾ അഗ്നിയിൽ വീണ് ദഹിച്ചു പോട്ടെ എന്ന് ശപിച്ചു. ഇത് കേട്ടപ്പോൾ സർപ്പങ്ങൾക്ക് ആകെ പേടിയായി. അന്യരെ ദ്രോഹിക്കുന്ന ജീവികൾ നശിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് ബ്രഹ്മാവ് ചിലപ്പം മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബ്രഹ്മാവിന് സന്തോഷമായി ഇങ്ങനെയൊരു ശാപം മറ്റ് കദ്രു മക്കൾക്ക് കൊടുത്തപ്പോൾ. എന്താ വെച്ചാൽ ദുഷ്ടജീവികളാണല്ലോ, ക്ഷുദ്രജീവികളാണല്ലോ സർപ്പങ്ങൾ. അവർ കുറേ അങ്ങോട്ട് നശിച്ചു പോണതാണ് നല്ലത് എന്ന് ബ്രഹ്മാവും വിചാരിച്ചു. അപ്പോൾ അമ്മയുടെ ഇതുപോലെയുള്ള സ്വഭാവത്തിൽ മനസ്സ് നൊന്ത് അനന്തൻ മുതലുള്ളവരാണ് 1000 സർപ്പങ്ങൾ. അപ്പോൾ അനന്തൻ തപസ്സിന് പോയി. അപ്പോൾ ഭൂമിക്ക് ഒരു ആലംബമായി തീരുവാനും മഹാവിഷ്ണുവിൻ്റെ പര്യങ്കമായി തീരാനും ഒക്കെ അനുജ്ഞ നൽകി ബ്രഹ്മാവ് അനന്തനെ അനുഗ്രഹിച്ചു. ബ്രഹ്മാവിന് സന്തോഷമായി അനന്തൻ തപസ്സിന് പോയപ്പോൾ. അമ്മയുടെ ഈ ഒരു കുനിഷ്ഠ ബുദ്ധിക്കൊന്നും കൂട്ടുനിന്നില്ലല്ലോ. അതുപോലെ തന്നെ വാസുകിയുണ്ട്. വാസുകി ശ്രീപരമേശ്വരനെ പ്രീതിപ്പെടുത്തി ശ്രീപരമേശ്വരൻ്റെ ആഭരണങ്ങളായിട്ട് മാറി. അങ്ങനെ കഴിഞ്ഞു. ഈ വാസുകിയും
അനന്തനും അങ്ങനെ പോയി. ബാക്കി സർപ്പങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അടുത്ത ദിവസം രാവിലെ ഉച്ചൈശ്രവസിനെ കാണാൻ കടൽ തീരത്ത് പോയി കദ്രുവും വിനതയും. ഉച്ചൈശ്രവസിനെ കാണാൻ വാലുമ്മൽ കറുപ്പുണ്ടോ എന്ന് നോക്കണം, അതിന് വേണ്ടിയിട്ട് പോയി. കടലിൻ്റെ ഗാംഭീര്യവും ഒക്കെ കണ്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്നു. അതിനിടയ്ക്ക് പാമ്പുകൾ അമ്മയെ പേടിച്ച് കുതിരയുടെ വാലിൽ പോയി. അമ്മയെ പേടിച്ചിട്ട്, അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, അമ്മ ഇനിയും എന്തൊക്കെയാണ് ചെയ്യാമെന്നറിയില്ലല്ലോ, അതുകൊണ്ട് അത് പേടിച്ചിട്ട് ഈ പാമ്പുകൾ ഉച്ചൈശ്രവസിൻ്റെ വാലുമ്മേ തൂങ്ങിക്കിടന്നു. അപ്പോൾ കദ്രുവും വിനതയും കൂടി കടൽക്കരയിൽ കുതിര നിൽക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ കുതിരയെ പരിശോധിച്ചപ്പം വാലുമ്മിലുണ്ട് ഒരു കറുത്ത പാട്. അപ്പോൾ വിനത കണ്ടു. വിനതയ്ക്ക് പെട്ടെന്ന് നടുങ്ങിപ്പോയി. ഈ ഉച്ചൈശ്രവസ് വെള്ള കുതിര എന്നല്ലേ പറയണേ, പക്ഷേ വാല് കറുത്തതാണെന്ന് ഇത്ര അറിഞ്ഞില്ല. അങ്ങനെയാണ് പന്തയം വെച്ചത്. നല്ല ഉറപ്പുണ്ടായിരുന്നു വെള്ളയാണെന്ന്, പക്ഷേ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ വാല് കറുത്തതാണ്. പന്തയപ്രകാരം കദ്രുവിൻ്റെ ദാസിയാവേണ്ടി വന്നു വിനതയ്ക്ക്. അങ്ങനെ വിനത ദാസിയായി ഈ വിനതയെ കിട്ടിയതിൽ ഭയങ്കര ഊറ്റം ആയിരുന്നു കദ്രുവിന്. അത് തന്നെയാണല്ലോ വിചാരിച്ചിരുന്നത്. കണ്ടമാനം ജോലി ചെയ്യിക്കും, ഈ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞത് കൊടുക്കില്ല. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു വിനതയോട്, എന്നെയും കുട്ടികളെയും എടുത്ത് സമുദ്രത്തിൻ്റെ നടുക്കൊരു ദ്വീപുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഈ 1000-ലിപ്പോൾ 2 കുറവുണ്ട്. അപ്പം മക്കൾ കദ്രുവിനെയും ബാക്കി മക്കളെയും എടുത്തിട്ട് ദ്വീപിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. കുറച്ചിരി വിഷമമുള്ള കാര്യമാണ്, എങ്കിലും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ദാസിയല്ലേ. അപ്പോൾ വിനത കദ്രുവിനെ ചുമലിലേറ്റി. വിനതയ്ക്ക് വയ്യ, എന്നാലും കദ്രുവിനെ ചുമലിലേറ്റി ഇങ്ങനെ പോണത് കണ്ടപ്പോൾ ഗരുഡൻ കണ്ടു. അപ്പോൾ ഗരുഡന് ഒട്ടും സഹിച്ചില്ല. അമ്മയെ ഇട്ട് കഷ്ടപ്പെടുത്തണത് കണ്ടപ്പോൾ ഗരുഡന് ഭയങ്കര വിഷമമായി, സങ്കടമായി, ദേഷ്യമായി എല്ലാം. അപ്പോൾ സർപ്പങ്ങളെല്ലാം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഗരുഡൻ അങ്ങോട്ട് പറന്നു. അതിനെ എല്ലാ സർപ്പങ്ങളെയും പുറത്ത് കയറ്റി ഇരുത്തിയിട്ട് ഗരുഡൻ അങ്ങോട്ട് പറന്ന് അങ്ങോട്ട് സൂര്യമണ്ഡലത്തിലെത്തി. സൂര്യൻ്റെ അടുത്ത് അങ്ങോട്ട് എത്തുന്തോറും സർപ്പങ്ങൾക്ക് ചൂട് സഹിക്കാൻ വയ്യാണ്ടായി. ഗരുഡൻ്റെ പോലെയല്ല, ഗരുഡൻ ആ ചൂട് സഹിക്കാൻ പറ്റും, പക്ഷെ സർപ്പങ്ങൾക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റിയില്ല. അവർ ഉറക്കം നിലവിളിച്ചു. മക്കളുടെ കരച്ചിൽ കേട്ട് കദ്രു ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് എന്ന് മനസ്സിലായപ്പോൾ കദ്രു ദേവേന്ദ്രനെ വിളിച്ചു കരയാൻ തുടങ്ങി, സ്തുതിച്ചു. ആ സ്തുതിയിൽ ദേവേന്ദ്രൻ സന്തുഷ്ടനായി മേഘങ്ങളെ കൊണ്ടുവന്ന് സൂര്യമണ്ഡലം മേഘം കൊണ്ട് മൂടി വെയിലില്ലാണ്ടായി. അപ്പോൾ മഴയും ഇടമുറിയാതെ മഴയും പെയ്യാൻ തുടങ്ങി. അങ്ങനെ കദ്രുവും മക്കളും സമുദ്രത്തിൻ്റെ നടുക്കുള്ള ദ്വീപിലെത്തി. ആ സ്ഥലം അവർക്ക് വലിയ ഇഷ്ടമായി. അങ്ങനെ അവിടുന്ന് തങ്ങളെ മറ്റൊരു ദ്വീപിലേക്ക് കൊണ്ടുപോകാൻ വീണ്ടും ഗരുഡനോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ടപ്പോൾ, അങ്ങനെ കളിപ്പിക്കുകയാണ് എന്ന് കേട്ടപ്പോൾ ഗരുഡന് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ കദ്രുവും മക്കളും തങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കുന്നതിന് ഇങ്ങനെ അമ്മയും എന്നെയും കൊണ്ട് കദ്രുവും ഈ ചെറിയമ്മയും മക്കളും കളിപ്പിക്കുന്നതിന് എന്താണ് കാരണം എന്ന് ഈ ഗരുഡൻ അമ്മയോട് ചോദിച്ചു. എന്താണ് ഇതിന് ഇങ്ങനെ നമ്മളെ ഇട്ട് പണിയെടുപ്പിക്കുന്നതിന് എന്താണൊരു കാരണം എന്ന് ഗരുഡൻ അറിയില്ലല്ലോ. അപ്പോൾ ഗരുഡനോട് വിനത പറഞ്ഞു പഴയ കഥ. അത് കേട്ടപ്പോൾ സർപ്പങ്ങളുടെ അടുത്ത് ചെന്നിട്ട് കദ്രുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഗരുഡൻ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നാലാണ് എൻ്റെ അമ്മയെ നിങ്ങൾ ദാസ്യത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ കദ്രുവും മക്കളും കൂടി പറഞ്ഞു, ഞങ്ങൾക്ക് ദേവലോകത്തുനിന്ന് അമൃത് കൊണ്ടുവന്ന് തരണം. അങ്ങനെയാണെങ്കിൽ അമ്മയെ അടിമത്തത്തിൽ നിന്ന് മാറ്റാം, അമ്മ പിന്നെ ഫ്രീ ആണ് എന്ന് പറഞ്ഞു. ഗരുഡൻ പോയി ദേവലോകത്തേക്ക്. ഉടനെ പോയി അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ അമൃതം കൊണ്ട് വരാൻ പോവുകയാണ്, എനിക്ക് വിശപ്പ് ഉണ്ട്, അപ്പോൾ
നടക്കണേന് വല്ലതും തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, സമുദ്രത്തിൻ്റെ നടുക്ക് ഒരു നിഷാദാലയം, നിഷാദന്മാരെന്ന് പറഞ്ഞാൽ കാട്ടാളന്മാർ, അവിടെയുള്ള നിഷാദന്മാരെ പിടിച്ച് തിന്നോളൂ. സമുദ്രത്തിൻ്റെ നടുക്കൊരു നിഷാദാലയം, നിഷാദന്മാർ താമസിക്കുന്നൊരു സ്ഥലം, അവിടെ പോയിട്ട് ആ നിഷാദന്മാരെ പിടിച്ച് തിന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ നിഷാദന്മാരെ മാത്രമേ പിടിക്കാവുള്ളൂ. മറ്റ് ബ്രാഹ്മണരായിട്ടുള്ള സാത്വികളായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ ഒന്നും ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ഉപദേശം കേട്ട് ഗരുഡൻ ആ ദ്വീപിലേക്ക് പോയി. മരത്തിൻ്റെ അടുത്ത് ഒരു പേരാൽമരമുണ്ട്, പേരാൽമരത്തിൻ്റെ അടുത്തെത്തി. ഒരുപാട് ദൂരം പന്തലിച്ച് നിൽക്കണ ഒരു മരമാണത്. അപ്പോൾ മുകളിലൊരു വലിയ പർവ്വതം ഇടിഞ്ഞ് വീഴണ പോലെ ഗരുഡൻ ചെന്നങ്ങോട്ട് ഇരുന്ന്, പർവ്വതം ആ മരത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് ഇടിഞ്ഞു വീണോ എന്ന് തോന്നും. ഗരുഡൻ പോയി അങ്ങോട്ട് ഇരുന്നപ്പോൾ ആ ഇരുന്ന കൊമ്പ് അങ്ങോട്ട് ഒടിഞ്ഞു പോയി, ഒടിയാൻ ആയി. അപ്പോൾ ആ കൊമ്പ് ഗരുഡൻ താങ്ങി പിടിച്ചു. ഭയങ്കര ശക്തിമാനാണ്, അതാണ് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടല്ലോ കശ്യപൻ, അതിൻ്റെ എല്ലാ ഇതുകൊണ്ട് ഗരുഡന്. അപ്പോൾ ആ കൊമ്പും താങ്ങി പിടിച്ചു. വലിയൊരു മരം, അതിൻ്റെ വലിയൊരു കൊമ്പ് പൊട്ടിപ്പോകാൻ തുടങ്ങിയപ്പോൾ ആ കൊമ്പ് താങ്ങി പിടിച്ചു. പിന്നെ ആ കൊമ്പുമേൽ ഒരുപാട് ഉഗ്ര തപസ്വികളായിട്ടുള്ളവർ, ബാലഖില്യർ എന്നാണ് അവരുടെ പേര്, തപസ്വികൾ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഗരുഡൻ അപ്പോഴാണത് പൊട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഗരുഡൻ അത് കണ്ടത്, ഇവർ തപസ്വികൾ ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് തപസ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ഗരുഡൻ അത് വീഴാതെ കൊത്തിയെടുത്ത് ജലാശയത്തിൽ നിന്ന് ആനയെയും നഖങ്ങളിൽ പൊക്കിയെടുത്തു. ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു മഹർഷിമാർ. ഈ ഉഗ്രതപസ്വികൾ, ബാലഖില്യർ എന്ന് പറയുന്ന ഈ മഹർഷിമാർ ഇതെല്ലാം കണ്ടിട്ട് അത്ഭുതമായി. ഇത് കണ്ട് അത്ഭുതമായിട്ട് ഇങ്ങനെ എല്ലാത്തിനെയും, ഈ മരക്കൊമ്പും ഈ തപസ്വികളും ആമ ഇതിനെയൊക്കെ പിടിച്ചിട്ട് പറക്കാൻ പറ്റുന്നുണ്ടല്ലോ ഗരുഡന്. അപ്പോൾ അത്ഭുതമായി മഹർഷിമാർക്ക്. അന്ന് മുതൽക്കാണ് ഗരുഡൻ ഇത്രയ്ക്കും പ്രസിദ്ധനായത് എന്നാണ് പറയുന്നത്. ബാലഖില്യർ തൂങ്ങിക്കിടന്ന പേരാലിൻ്റെ വലിയ കൊമ്പ്, ആമ ഇവയെല്ലാം വഹിച്ചിങ്ങനെ ആകാശത്തോടെ ഗരുഡൻ പറന്ന് അവസാനം ഗന്ധമാദന പർവ്വതത്തിലെത്തി. അവിടെയാണ് അച്ഛൻ തപസ് ചെയ്യണത്. അച്ഛനാരാ? കശ്യപൻ ആ ഗന്ധമാദന പർവ്വതത്തിലാണ് തപസ് ചെയ്യുന്നത്. അപ്പം മകൻ്റെ വരവ് കണ്ട് അച്ഛൻ അത്ഭുതമായി. അപ്പോൾ ഇത്രയും വലിയ സാഹസങ്ങളൊന്നും ചെയ്യണ്ട എന്ന് ഉപദേശം കൊടുത്തു, സാഹസം മതിയാക്കാൻ പറഞ്ഞു. അപ്പോൾ ഗരുഡന് ബാലഖില്യന്മാർ നിന്ന് ഒരാപത്തും വരാതിരിക്കട്ടെ എന്ന് ആശീർവദിക്കുകയും ചെയ്തു. അവർ തപസ് ചെയ്ത് ഇങ്ങനെ തൂങ്ങിക്കിടന്നിരുന്ന കൊമ്പാണല്ലോ ഒടിച്ചു കളഞ്ഞത്, അപ്പോൾ അവർ ശപിക്കാതിരിക്കട്ടെ എന്ന് ആശീർവാദവും കൊടുത്തു. പിന്നെ തൻ്റെ മകൻ്റെ സാഹസങ്ങളൊക്കെ പൊറുക്കണം എന്ന് അവരോട് അപേക്ഷിക്കുകയും ചെയ്തു. അവനെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞു. അങ്ങനെ ആ മരക്കൊമ്പ് വിട്ട് തപസ് ചെയ്യാനായി ഹിമാലയത്തിലേക്ക് ഈ ബാലഖില്യന്മാർ പോയി. തൻ്റെ കൊക്കിലിരിക്കുന്ന കൊമ്പ് എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് ഗരുഡൻ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ ഉപദേശം അനുസരിച്ച് ഗരുഡൻ ആനയും ആലിൻകൊമ്പും ഒക്കെ ആയിട്ട് പർവ്വതത്തിൻ്റെ ഒരു കൊടുമുടിയിലിരുന്നു. ആനയും ഭക്ഷിച്ച് വിശപ്പടക്കി. ആനയും ഭക്ഷിച്ച് വിശപ്പടക്കി. അമൃത് കൊണ്ടുവരാൻ വേണ്ടി സ്വർഗ്ഗലോകത്തേക്ക് പോയി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം.
അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ടാണ് ഇവിടെ നിർത്തണത്. എല്ലാവർക്കും നമസ്കാരം. ഈ കഥ ഇവിടെ തീരുന്നില്ല. ഇതിൻ്റെ ബാക്കി അടുത്ത തവണ കേൾക്കാം. എല്ലാവർക്കും നന്ദി.